ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിന്റെ മുമ്പില് ബസ് ഇറങ്ങി അത് കഴിഞ്ഞ് നേരെ നമ്മുടെ കേരളത്തിലേക്കുള്ള ബസ് പോകുന്ന പഴയ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലെത്തി അവിടുന്ന് നേരെ മുമ്പോട്ട് കണ്ട വഴിയിലൂടെ നടക്കുകയാണ്. കോയമ്പത്തൂര്, പ്രത്യേകിച്ചും ഗാന്ധിപുരം എന്ന് പേര് കേട്ടാൽ തന്നെ അറിയാം, ഇത് മഹാത്മാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന കോയമ്പത്തൂർ നഗരത്തിന്റെ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ഷോപ്പിംഗ് മാളുകള്, സിനിമാ തിയേറ്ററുകള്, അങ്ങനെ അതേപോലെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങള്, ഒരുപാട് ഓഫീസുകള്, അതേപോലെ 2-3 ബസ് സ്റ്റാൻഡ് ശരിക്കും മുനിസിപ്പൽ കോർപ്പറേഷന്റെ ബസ് സ്റ്റാൻഡ്, പിന്നെ TNSTCയുടെ 2 പഴയ സ്റ്റാൻഡും പുതിയ സ്റ്റാൻഡും ഉൾപ്പെടെ. പുതിയ സ്റ്റാൻഡില് ഈ തരത്തിൽ ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. എൻ്റെ പൂർണ്ണാഥം പറഞ്ഞ നല്ല തെറ്റില്ലാത്ത ഒരു ക്യാൻറ്റീനും ഉണ്ട് ബസ് സ്റ്റാൻഡിൽ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ തമിഴ്നാടിന്റെ ഏത് ഭാഗത്തേക്കും ഇവിടുന്ന് ബസ്സുണ്ട്. അതുപോലെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, എന്ത് സ്ഥലങ്ങളിലേക്കും ബസ്സുണ്ട് എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലേക്കും ഏതാണ്ട് എല്ലാ ജില്ലകളിലേക്കും തന്നെ ഇവിടുന്ന് ബസ് ഇഷ്ടം പോലെ ബസ് മിക്കവാറും ബസ് സർവീസ് ഉണ്ട്. നമ്മുടെ കേരളത്തിന്റെ ബസ് സർവീസും ഉണ്ട്, TNSTC നടത്തുന്ന ബസ് സർവീസുകളും ഉണ്ട്. അത് അത്തരത്തിൽ ഇപ്പൊ ഉക്കടം വരെയായിരുന്നു നേരത്തെ നമ്മുടെ പാലക്കാട് നിന്നുള്ള ബസ്സുകൾ പോകുന്നോണ്ടിരുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ വളരെയധികം ബസ്സുകൾ പാലക്കാട് ബോർഡ് വെച്ച്, അത് വേറെ, അതായത് മലപ്പുറത്തു നിന്നോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ബസ്സുകൾ പാലക്കാട് ബോർഡ് വെച്ച ഈ ഗാന്ധിപുരത്തുള്ള സ്റ്റാൻഡില് കിടക്കുന്നത് കണ്ടു. ശരിക്കും കാറ്റൂർ എന്നാണ് ശരിക്കും ഈ ഒരു സ്ഥലത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പേര്. അപ്പൊ ഇവിടെ കുറെ ഇടവഴികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആ ഇടവഴികളിലൂടെ, ആ ഗാന്ധിപുരത്തെ ജീവിത കാഴ്ചകളിലൂടെയാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ തരത്തിലുള്ള ഈ ഗാന്ധിപുരത്തിന്റെ കുറെ കാര്യങ്ങളും ഇത്തരത്തിൽ ഓർമ്മിച്ചെടുത്ത്, ഈ നഗരത്തിന്റെ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഏകദേശം പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും വന്നു ചേരുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ്. അതുപോലെ റോഡിന് മുകളിലൂടെയുള്ള ഫ്ലൈ ഓവറുകൾ, 2-3 ഫ്ലൈ ഓവറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തൊക്കെ പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. അത്തരത്തിലുള്ള വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഗാന്ധിപുരത്ത് നടക്കുമ്പോൾ. ശരിക്കും ഞാനിപ്പോ മുമ്പിൽ കണ്ട ഏതൊക്കെയോ വഴികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് നടക്കുകയാണ്. ഇതിപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഈ വഴികളുടെ പേര് നോക്കാനൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ തൽക്കാലം അതിന് മെനക്കെട്ടുന്നില്ല. ഈ ഒരു ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുക എന്നുള്ളത് മാത്രമുള്ളൂ. ഏതായാലും തമിഴ്നാടിന്റെ ഏറ്റവും വലിയ 2-മത്തെയോ 3-മത്തെയോ നഗരമായിട്ടുള്ള കോയമ്പത്തൂരിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഭാഗമാണ് ശരിക്കും ഗാന്ധിപുരം. ടൗണിന്റെ നടുക്ക് നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ നമ്മുടെ ശരിക്കും, എന്നാൽ അത്ര വലിയ തിരക്ക് അനുഭവപ്പെടാത്തതും, ചില സമയത്ത് മിക്കവാറും സമയങ്ങളിലൊക്കെ അത്യാവശ്യം വലിയ തിരക്കുകളും കാര്യങ്ങളും ഇല്ലാണ്ടും നമുക്ക് കടന്നു പോകാൻ പറ്റും. അപ്പൊ അതുപോലെ വളരെയേറെ ചെറിയ റോഡുകളും ഇതിന്റെ ഉള്ളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അപ്പൊ ഞാൻ മൊത്തത്തിൽ കാരണം ഇത് റെസിഡൻഷ്യൽ ഏരിയ കൂടിയുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഉള്ള ചെറു റോഡുകളിൽ ഒരുപാട് ഫ്ലാറ്റുകളും കാര്യങ്ങളും, അതുപോലെ ചെറിയ അത്യാവശ്യം ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന വില്ലകളും, ഇതിനൊക്കെ പുറമെ ചെറിയ തരത്തിലുള്ള വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ആ പുതുമയോടൊപ്പം തന്നെ ആ പഴമയും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഞാനിപ്പോ ആ ഫ്ലൈ ഓവറിന്റെ ഇടയ്ക്കൊന്ന് ഫ്ലൈ ഓവർ ഞാൻ ക്രോസ് ചെയ്ത് ഈ റോഡിന്റെ ഇടയ്ക്കൊക്കെ നടക്കുമ്പോൾ പോകുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിന്റെ പേര് ഞാൻ ഇത്തരത്തിൽ പെട്ടെന്ന് ഇത് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആ ഒരു റോഡിന്റെ പേരും കാര്യങ്ങളും ഒക്കെ നോക്കാതെ വിട്ടുപോയി. ഏതായാലും ഇതിലൂടെ കുറച്ചു നേരം മുമ്പോട്ട് പോയേക്കാം. ഇവിടെ ഒരു രാമകൃഷ്ണ മിഷൻ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റല് ഇവിടെ ഉണ്ട്. അത് കോയമ്പത്തൂർ നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എന്നാണ് പറയുന്നത്. അത് ഈ ഒരു റോഡിൽ എവിടെയൊക്കെയാണ്. അപ്പൊ അത് ഇവിടെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ മുമ്പോട്ടുള്ള നടത്തുന്നത്. എവിടെയോ രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബോഡി അങ്ങ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോവാന്ന് ഓർത്താണ് ഏതായാലും മുമ്പിൽ കണ്ട എല്ലാ വഴികളുടെയും
അത്യാവശ്യം റോഡിൽ നല്ല രീതിയിലുള്ള തിരക്ക് ഉണ്ടെങ്കിൽ പോലും വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും അതിന് ഈ കോയമ്പത്തൂര് സിറ്റി കോർപ്പറേഷൻ അധികൃതരെ ശരിക്കും നമ്മൾ സമ്മതിക്കുക തന്നെ ഉണ്ട്. കാരണം ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ ബാംഗ്ലൂരൊക്കെ ചെല്ലുന്ന പോലെ ഒരുപാട് മാറ്റങ്ങൾ ഈ കോയമ്പത്തൂർ സിറ്റിയിലേക്ക് വരുത്തിക്കൊണ്ടിരിക്കേണ്ട കാരണം അതുപോലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തില് സ്ഥലം ഏറ്റെടുക്കേണ്ടടുത്ത സ്ഥലം ഏറ്റെടുത്ത് അത് അവിടെ റോഡ് വീതി കൂട്ടാനും ടൗണിന്റെ ഭാഗങ്ങൾക്ക് സൗകര്യങ്ങൾ ആൾക്കാർക്ക് ഏർപ്പെടുത്താനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും സ്ഥലമേ ശരിക്കും ഇല്ല. എറണാകുളത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് കടല്, അങ്ങേ സൈഡ് ആകുമ്പോഴത്തേക്കും ഇത്തരത്തിൽ ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടുള്ള കുറെ പ്രദേശങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറെ തോടുകൾ, കനാലുകൾ, അതൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ എറണാകുളത്തിനാണെങ്കിലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനാണെങ്കിലും, തിരുവനന്തപുരം പിന്നെ കുറച്ചുകൂടി സ്ഥലം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കോഴിക്കോടൊക്കെ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മുടെ നഗരങ്ങൾക്കെല്ലാം തന്നെ ഉണ്ട്. പക്ഷെ ഈ നമ്മളിപ്പോ ഈ തമിഴ്നാട്ടിലെ തമിഴ്നാട് ശരിക്കും കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാവർക്കും മലയാള ഭാഷയും കൂടി അറിയാവുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മള് ഇൻ കേസ് അങ്ങോട്ട് ചെന്ന് തമിഴിൽ സംസാരിക്കാൻ ശ്രമിച്ചാലും അവർ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ റോഡ് ഏറ്റെടുക്കുന്നതാണ്. ഈ ഒരു ഇടവഴിയിലൂടെ വന്നപ്പോൾ അവിടെ റോഡ് ഏറ്റെടുക്കാൻ വേണ്ടി ആ ഫ്ലാറ്റൊക്കെ കെട്ടിടങ്ങളൊക്കെ പൊടിച്ചു കളയുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് മലയാളത്തിൽ തന്നെ നമ്മളോട് എന്താ കാര്യത്തിൽ ചോദിക്കുന്ന അനുഭവങ്ങൾ പല പ്രാവശ്യവും എനിക്ക് ഇവിടെ ഈ കോയമ്പത്തൂർ വെച്ച് ഉണ്ടായിട്ട്. പക്ഷെ നമ്മളൊരു പക്ഷെ കർണാടകത്തിൽ പോയാൽ നമുക്ക് ആ ഒരു സൗകര്യം കിട്ടി എന്നിരിക്കില്ല. ഞാൻ മൈസൂരിൽ ചെന്നപ്പോൾ അവര് മിക്കവാറും എല്ലാവരും തന്നെ കന്നഡ, പിന്നെ അവസാനം നമുക്ക് കന്നഡ അറിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവര് ഹിന്ദിയിലെങ്കിലും, പക്ഷെ എല്ലാവർക്കും അവിടെയും മൈസൂരിലും ഒരുവിധപ്പെട്ട എല്ലാവർക്കും മലയാളം അറിയാം. വളരെ കുറച്ച് ചുരുക്കം പേര് മാത്രമേ നമ്മൾ മലയാളിയാന്ന്. എന്തായാലും നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അറിയുകയും ചെയ്യായിരിക്കും നമ്മൾ മലയാളികളാന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതായാലും മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ അത് കർണാടകത്തില് ഈ മൈസൂർക്ക് ചെന്ന ഈ പറഞ്ഞ പോലെ ഇപ്പൊ ബാംഗ്ലൂർ ഞാൻ കുറെ ആയി പോയിട്ട്, എന്നിരുന്നാൽ പോലും എല്ലായിടത്തും ഈ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് അവിടെ സർവേ ചെയ്ത് പെട്ടെന്ന് ആ ഭാഷയുടെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ പിടികിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മള് അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും തന്നെ തമിഴ് മോഹൻലാല് മറ്റേ ഇതില് പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻട്ര കൂട്ടിയായ എല്ലാം തമിഴാവും എന്നുള്ള ഒരു രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ തമിഴ് സിനിമയും കാര്യങ്ങളൊക്കെ നമ്മുടെ സിനിമകളും കാര്യങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം തമിഴ് പേശാൻ നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കോയമ്പത്തൂര് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതായാലും ഞാനിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഈ രാമകൃഷ്ണ മിഷൻ ആ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ കേട്ടോ കടന്നു പോണേ, മുമ്പിൽ ഒരു പാലം, ഒരു ആർച്ച് കാണണ്ട. അപ്പൊ അത് എന്റെ അത് നിങ്ങൾ അറിയിച്ച് പോയി നോക്കിയിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്നത് പെട്ടെന്ന് എനിക്ക് ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതായത് ഈ പാലത്തിൽ വന്നപ്പോ എന്റെ താഴത്തേക്കൂടെ ഒരു അഴുക്ക് വെള്ളം ഒഴുകുന്ന തോടാ, അതുകൊണ്ട് അത് ഇത് ചെയ്തില്ല. അപ്പൊ ഞാൻ തിരിച്ച് അവിടെ അതേ ഒരിക്കൽ എന്താ ഇപ്പുറത്തെ സൈഡിൽ കൂടെ, കാരണം ഹോസ്പിറ്റലിന്റെ ആ ഒരു കാഴ്ചകളിലേക്ക് അവിടെ പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ തിരിച്ചു വന്ന് നിങ്ങളെ ഒന്ന് നോക്കിയെടുക്കാം. ഇതാണ് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു അഴുക്ക് നിറഞ്ഞ ആ റോഡിന്റെ കാഴ്ചകൾ. ഞാൻ ജസ്റ്റ് ഒന്ന് അത് എടുത്തതെന്ന് മാത്രമുണ്ട്. കാരണം അപ്പൊ നമുക്ക് ഗാന്ധിപുരത്തെ ആ കാഴ്ചകളൊക്കെ ബാക്കിയുള്ള നമുക്ക് പിന്നെ കാണാം. ഇപ്പൊ നിർത്തുന്നു. ഗുഡ് ബൈ.